ചെയ്യാൻ പോകുന്ന വീടാണ് ചക്കുപ്പേരി. എന്നാ തുടങ്ങിയാലോ? കമ്മോൺ. നമുക്ക് ഇന്ന് ഒരു കുഞ്ഞ് ഗ്യാസ് സ്റ്റവ് മതി കേട്ടോ. ഗ്യാസ് സ്റ്റവ് അല്ല, ചേർത്തേനെ കൊണ്ടുള്ള ഒരു കളി ഇതില്ലേ, ഇതാണ് നമ്മളെ സാധനം. നമുക്ക് വേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ, ചക്ക ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ അരിയരുത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് എൻ്റെ അച്ഛൻ അരിഞ്ഞതാണ്. ഇത് എൻ്റെ അച്ഛൻ അരിഞ്ഞതാണ്. കുഞ്ഞു കുട്ടികൾ പ്രത്യേകം പറയാൻ ചെയ്യരുത്, കൈമുറിയും. നമുക്ക് ഇത്രയും ഇതാണ് വേണ്ടത് ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ. വേണേ ഇത്തിരി മണ്ണെടുക്കാം കേട്ടോ. നമുക്ക് ആദ്യം എന്താക്കണം, ചക്ക അങ്ങനെ ഒന്നും കൂടി നല്ലോണം ഇടുക. ചക്ക നല്ലോണം ഇട്ടുക ആദ്യം. പിന്നെ എത്ര ചക്ക വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ കുട്ടിക്കുന്ന ഒരു 4 ചക്കയാണ്. നമുക്ക് ഒരു കറിവേപ്പില ആവശ്യമുണ്ട്. കറിവേപ്പില ശരിക്കും പറിക്കരുത് എന്നാണ്, ഞാൻ ഒന്ന് പറിച്ചെന്നേ ഉള്ളൂ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. സ്പൂണിൻ്റെ ഇങ്ങനെ ഇളക്കിക്കണം. ഞാൻ കൈ കൊണ്ടാണ് ഇളക്കുന്നത്, എനിക്ക് സ്പൂണില്ല. എന്നിട്ട് ഇത്തിരി ഇത് എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ എടുത്തൊന്നല്ല കേട്ടോ. കലർ നമ്മളെ കുറേ ദിവസം മഴയൊക്കെ ഇല്ലേനോ, അന്നേരം കാറ്റത്ത് പൊരിഞ്ഞു വീണ വാഴയാണ്. അതിനൊന്നും കൊള്ളൂല. എന്നപ്പോൾ എന്തെങ്കിലും നന്നാന്ന് വിചാരിച്ച് ഞാൻ എടുത്തു കാണിട്ടോ. അല്ലാണ്ട് ഇതൊന്നും ഇല്ലേലും കുഴപ്പമില്ല. ചക്ക ഒരു കുഞ്ഞി ചക്ക കിട്ടിയാൽ മതി കേട്ടോ. ഒരു കല്ലും മതി. ഇത് വായൊന്നും വേണമെന്നുള്ള ഇതൊന്നും വേണ്ട. എല്ലാവരും വീട്ടിലും കറിവേപ്പില ഉണ്ടാവില്ലേ, ഒരു കറിവേപ്പില മതി. ചക്കയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട. ആരെ കൊണ്ട് ചെത്തിക്കണം, നമ്മളെ മുതിർന്നവരെ കൊണ്ട് ചെത്തിക്കണം. കുട്ടികൾ പ്രത്യേകം ഞാൻ പറയാണ് എടുക്കരുത്. വേണ്ട ഇത്തിരി ഇങ്ങനത്തെ പുല്ല്, ഈ ഒരു പുല്ലാണ്, ഈ ഒരു ടൈപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം. ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഇത്തിരി ചിക്കൻ ഇട്ട് കൊടുക്കാം. അല്ല കേട്ടോ, ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കുക. ഒരു ഈർക്കിൽ കഷ്ണം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഷ്ണം എടുത്തോട്ടെ. ഞാൻ പറ്റൊന്നുമില്ല, ഞാൻ നോക്കുന്നത്. നല്ലോണം ഇളക്കുക. നമുക്ക് മൂടി വെച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് അപ്പോഴത്തേക്ക് വരട്ടി എടുക്കുക. നാരങ്ങ 2 മതി കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം.